ഹലോ ഹായ് ദൃശ്യം 3 അങ്ങനെ ഒറ്റ സിനിമ കൊണ്ട് ബ്രാൻഡായി മാറി. പിന്നെ ഫ്രാഞ്ചൈസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് മൂന്നാം ഭാഗത്തിലേക്ക് എത്തിയ ദൃശ്യം 3യെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റിട്ടേൺ ഡയറക്ടഡ് ബൈ ജിത്തു ജോസഫ്. സത്യത്തിൽ ക്ലാസിക് ക്രിമിനൽ എന്ന് നമ്മൾ ലാലേട്ടനല്ല, അല്ല സോറി, ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെയല്ല നമ്മൾ പറയേണ്ടത്. ആ ക്യാരക്ടറിനെ പടച്ചു വിട്ട ജിത്തു ജോസഫിനെയാണ് നമ്മൾ ക്ലാസിക് ക്രിമിനൽ എന്ന് വിളിക്കേണ്ടത്. എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ, ഈ ഒപ്പീനിയൻ വീഡിയോയിൽ സ്പോയിലർ ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഇത് സിനിമ കണ്ടവരും നിങ്ങളും ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു റിക്വസ്റ്റാണ്. അധികം സ്പോയിലർ അധികമെന്നല്ല, സ്പോയിലർ പറയാതിരിക്കുക. അതാണ് അതിൻ്റെ രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സതീഷ് കുറുപ്പാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. സിനിമയിലേക്ക് വരാം. സതീഷ് കുറുപ്പാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ് ആണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ മുകളിലൊരു ക്ലോസപ്പ് വെക്കുക എന്നുള്ളത്. കാരണം ആ ആർട്ടിസ്റ്റ് കൃത്യമായ ഇമോഷൻ ആ ക്ലോസപ്പ് വെക്കുമ്പോൾ കൃത്യമായ സാധനം നമുക്ക് തരും എന്നുള്ളൊരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ് ആണ്. അത് ജിത്തു ജോസഫിന് കൃത്യമായ കോൺഫിഡൻസ് ലാലേട്ടനിലുണ്ട്. ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഞെട്ടൽ, അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു വൈകാരിക സാധനങ്ങളൊക്കെ ക്ലോസപ്പ് വെച്ചാൽ ലാലേട്ടനിലൂടെ കിട്ടും എന്നുള്ളൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. ഗംഭീരമായിട്ട് ആ സാധനം ചെയ്തിട്ടുണ്ട്. ആ സതീഷ് കുറുപ്പ് ഗംഭീരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് വിനായകസ്. പിന്നെ മ്യൂസിക് എടുത്ത് പറയണം കേട്ടോ, അനിൽ അനിൽ ജോൺസൺ, സോറി. അത് എടുത്ത് പറയാൻ കാരണം, ഞാൻ ദൃശ്യം 1ഉം 2ഉം ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ചില സാധനങ്ങൾ നമുക്ക് തോന്നുമല്ലോ അതിനേലും കൊള്ളാമെന്ന്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് മ്യൂസിക്കാണ്. എനിക്ക് 1ലേലും 2ലേലും കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇതിനകത്താണ്. കാരണം ഇതൊരു മിസ്റ്റോറിയസ് ഫീലൊക്കെ ഉണ്ടല്ലോ. നമുക്കിങ്ങനെ ഒരു ഉള്ളിലൊരു സാധനം വരുമല്ലോ, എന്താണ് അടുത്തത് എന്നുള്ളൊരു സാധനം. അതിൻ്റെ ഒരു ഫീല് ഗംഭീരമായിട്ട് കൊണ്ടുവരാനായിട്ട് അനിൽ ജോൺസന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കഴിച്ചിട്ടുണ്ട്. കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ജിത്തു ജോസഫ് സിനിമയ്ക്ക് മുമ്പ് ഇൻ്റർവ്യൂ സമയത്തൊക്കെ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. ഇതൊരു ഇമോഷണൽ ഡ്രാമ, ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ പരിപാടി തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കൃത്യമായൊരു ധാരണ ജിത്തു ജോസഫിനുണ്ട്. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, സിനിമ കാണാൻ ഇനി പോകാനിരിക്കുന്ന ആളുകൾ ഇതിൽ ക്ലൈമാക്സിലൊരു കിളി പാറുന്ന ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടേൺ പരിപാടികൾ, സർപ്രൈസ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്, അങ്ങനെ ഒരു കിളി പാറുന്ന ഒരു പരിപാടി പ്രതീക്ഷിച്ച് പോകരുത്. നമ്മളൊരു അമിത പ്രതീക്ഷ ചിലപ്പോൾ നമുക്ക്, ഉദാഹരണത്തിന് നമ്മൾ പറയില്ലേ, നമ്മൾ നല്ലൊരു സദ്യ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, പക്ഷെ ബിരിയാണി പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാലുള്ളൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ പ്രതീക്ഷിക്കരുത് എന്നാണ്. ഞാനിതിങ്ങനെ പറയണോണ്ട് പടം മോശമാണെന്നല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൃശ്യം ഫ്രാഞ്ചൈസിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് എനിക്ക് പേഴ്സണലി കിട്ടി. അത് എനിക്ക് നന്നായിട്ട് വർക്കായി. അത് ഓരോരോ പരിപാടികൾ, ഇതിൽ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ പെർഫോമൻസുമാണ്. സ്ക്രിപ്റ്റ് എനിക്ക് അത്ഭുതം തോന്നുന്നത്, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യം 1 ഇറങ്ങി, അതിൻ്റെ സെക്കൻഡ് ഇറങ്ങി, ഇപ്പോൾ തേർഡ് ഇറങ്ങി. അപ്പോൾ ഈ 3 ഭാഗത്തിലും ഇതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ടല്ലോ, ജോർജ് കുട്ടി, അവരുടെ ഫാമിലി, അതിൻ്റെ ചുറ്റുമുള്ള പോലീസുകാർ, പിന്നെ അങ്ങനെയുള്ള കുറേ, സിദ്ദിഖിൻ്റെ ക്യാരക്ടർ, അങ്ങനെ ആശ ശരത്തിൻ്റെ ക്യാരക്ടർ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. ഇവർക്കൊക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇവരുടെയിലൊക്കെ വരുന്ന ഒരു വ്യതിയാനമുണ്ടല്ലോ, അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സ്പെഷ്യലി എനിക്ക് തോന്നിയത് എസ്തറിൻ്റെ ക്യാരക്ടറിൽ എനിക്ക് കലക്കനായിട്ട് വർക്കായി ആ ഒരു ക്യാരക്ടർ. പക്ഷേ അൻസിയുടെ ക്യാരക്ടറിൽ പെർഫോമൻസിൽ എനിക്ക് എന്തോ എപ്പോഴത്തേക്കോ ഒരു കല്ലേടി എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സീനിലൊക്കെ, സ്പോയിലർ പറയുന്നില്ല, ആ സമയത്തൊക്കെ. ബാക്കി എല്ലാവരുടെയും ക്യാരക്ടറിൽ ആ ഒരു കാലഘട്ടം ചേഞ്ച് ആയതിൻ്റെ എല്ലാ പരിപാടിയും നന്നായിട്ട് കാണാനുണ്ട്. അത് സ്ക്രിപ്റ്റിൽ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഫ്ലോട്ടിലേക്ക് ഈ സാധനമൊക്കെ കണക്ട് ചെയ്ത്, അതാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊരു സീരിയൽ ലെവൽ മേക്കിംഗ്. പക്ഷെ ഞാൻ ഇപ്പോൾ സെക്കൻഡാണ് എല്ലാവരും അങ്ങനെ വിമർശിച്ച് കണ്ടിട്ടുള്ളത്, കുറേ പേരൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒട്ടും തോന്നിയിട്ടില്ല. കാരണം ഈ സിനിമ പറയേണ്ടതായിട്ടുള്ള ജിത്തു ജോസഫ് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ സിനിമ പറയേണ്ട, ഈ സിനിമ ഡിസേർവ് ചെയ്യേണ്ടതായിട്ടുള്ള മേക്കിംഗ് സെക്കൻഡിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തേർഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി
ഫാർ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് സെക്കൻഡും എനിക്ക് വർക്കായതാണ്. എനിക്ക് സീരിയൽ ലെവൽ മേക്കിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ സിനിമ പറയേണ്ടതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പോലീസും കോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു സ്റ്റോറി പരിപാടിയാണല്ലോ ദൃശ്യത്തിൻ്റെ. അപ്പോൾ ഈ ശാന്തി മായാദേവിയും കൂടി ജിത്തു ജോസഫിൻ്റെ വർക്ക് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കുറേയും കൂടി അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഇൻബിൽട്ട് ആയിട്ടാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയത് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിച്ചിട്ടില്ല. നമുക്ക് സാധാരണക്കാർക്കും മനസ്സിലാകാവുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഒരു ബെയിലിന് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സംഭവങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്പോയിലർ ആക്കുന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകും. അതുകൊണ്ട് ഇതൊരു കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ലാലേട്ടൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുള്ളി കാണിക്കുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അഴകുണ്ട്. നമുക്കിങ്ങനെ ലാലേട്ടനിലെ ഇങ്ങനെ ക്ലോസപ്പ് വെച്ചേക്കുന്നതുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ആ ക്യാരക്ടറായിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടുകയാണ് ലാലേട്ടൻ. ഒപ്പം അതിൻ്റെ ചുറ്റുമുള്ള എനിക്ക് അൻസിബയുടെ ക്യാരക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു, അൻസിബ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടറും നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അൻസിബ തീരെ മോശമാണെന്നല്ല, എനിക്കെന്തോ അത്ര വർക്കായില്ല എന്ന് മാത്രം. ബാക്കി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. 1ലുള്ള 2ലുള്ള കുറേ ക്യാരക്ടറിലും പിന്നെ വീണ നന്ദകുമാർ ഉൾപ്പെടെയുള്ള അങ്ങനെ പുതിയ കുറച്ച് ക്യാരക്ടറുകളും കൂടി വന്നിട്ടുണ്ട്. വീണയൊക്കെ നന്നായിട്ട് കുറച്ചുള്ളെങ്കിലും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ എനിക്ക് സിനിമ എന്താണോ ഞാൻ പ്രതീക്ഷിച്ചത് അതെനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, മാക്സിമം കണ്ടിന്യൂറ്റി പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല കണ്ടിന്യൂറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഒരു ഹുക്കിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൃശ്യം 1ൻ്റെ ഒരു സമാനമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു സ്ലോ സ്പേസ്, ഒരു ഫാമിലി പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി പരിപാടി, മൊത്തം ഇമോഷണൽ പരിപാടികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു സെക്കൻഡ് അഭിപ്രായമൊക്കെ വരാൻ സാധ്യത ഈ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഫസ്റ്റും സെക്കൻഡും ആയിട്ട് എനിക്കങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജോർജ് കുട്ടി ഫാമിലി ഉള്ള ഒരു പരിപാടി, അതിനകത്ത് എന്തൊക്കെ വരാം എന്നുള്ളത് നോക്കിയിട്ട് അത്ര വലിയ കാര്യമായ പ്രതീക്ഷയോടുകൂടി പോകാതെ നമുക്കതൊരു സിംഗിൾ സിനിമയായിട്ട് കാണുമ്പോൾ, നമ്മൾ മുമ്പ് കണ്ട ക്യാരക്ടറിനെ കുറിച്ച് ഒരു സിംഗിൾ സിനിമയായിട്ട് കാണുമ്പോൾ വർത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സെക്കൻഡ് ഒരു അഭിപ്രായം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. മാക്സിമം കണ്ടിന്യൂറ്റി ഒക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാ ക്യാരക്ടറിൻ്റെ ആണെങ്കിലും. അങ്ങനെ ടോട്ടലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ് സിനിമയിൽ. എനിക്ക് തോന്നുന്നത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും തോന്നാനിടയുള്ള ഒരു സാധ്യത തന്നെയാണ്. ഇതൊരു 10 ഫ്രാഞ്ചൈസ് ഇറക്കിയാലും നമ്മൾ കാണും. കാരണം അതിനുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട് അയാൾ. നമ്മളിപ്പോൾ 3ാമത്തെ ഇറങ്ങി, ആരും അങ്ങനെ പറഞ്ഞില്ല ഇത് കുളമാക്കുമോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല. എല്ലാവരും ഒരു ചെറിയൊരു പ്രതീക്ഷ, നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ 4th ഇറങ്ങിയാലും 5 ഇറങ്ങിയാലും ഇനി 10 ഇറങ്ങിയാലും നമ്മൾ പോയി കാണും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചില സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന, അത് ഒരു ഫാമിലി ഡ്രാമ വെച്ചിട്ടാണ് കേട്ടോ ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ള ഒരു ആലോചന കൂടി ഉണ്ട്. നമ്മൾ വലിയൊരു ഒരു ഭയങ്കരമായ ഒരു ത്രില്ലർ പരിപാടിയിൽ കുറേ ഫ്രാഞ്ചൈസികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫാമിലി ഡ്രാമ വെച്ചിട്ട് ഇങ്ങനെ ഫ്രാഞ്ചൈസി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. അതാണ് ദ വൺ ആൻഡ് ഓൺലി ക്ലാസിക് ക്രിമിനൽ ജിത്തു ജോസഫ്.